Hi students, welcome to class Aura. നമുക്കൊന്ന് സിമെട്രിക്കിലെ ഒരു വേരിയബിൾ പ്രോബ്ലം നോക്കാം. Then let R be the set Z of R be the set Z of integers. Integers ആണെങ്കിൽ R equal to AB, then A plus B is divisible by 2 is symmetric ആണോ നോക്കാം. A plus B is divisible by 2 എന്ന് പറയുന്ന പ്രോബ്ലം നമുക്ക് സിമെട്രിക് ആണെന്ന് പറയും. നമുക്ക് എന്താണ് ഡെഫിനിഷൻ ഓഫ് സിമെട്രിക്? അതായത് ഒരു പ്രോബ്ലത്തിനകത്ത് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ തിരിച്ചെന്താവണം മക്കളെ? ബി എ ബിലോങ്സ് ടു ആർ ആവണം അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഇപ്പൊ എ ബി ആണെങ്കിൽ തിരിച്ച് ബി എ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആ ഫംഗ്ഷൻ സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് സിമെട്രിക്കിന്റെ കണ്ടീഷൻ ശരിയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ തന്നേക്കണേ എന്താണ്? ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. എ ബി എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണ്, റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം നമുക്ക്? എ പ്ലസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2 ആണ്. ഡിവിസിബിൾ ബൈ 2. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു 2 ലാംഡ എന്ന് എഴുതാം. കാരണം എന്താ? എ പ്ലസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2 ആകണമെങ്കിൽ ആ എ പ്ലസ് ബി എപ്പോഴും എന്തിന്റെ മൾട്ടിപ്പിൾ ആവണം? 2വിന്റെ മൾട്ടിപ്പിൾ ആവണം അല്ലേ? അപ്പൊ എ പ്ലസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? എ പ്ലസ് ബി ഈക്വൽ ടു 2 ലാംഡ എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിയേ, നമുക്കറിയാം കമ്മ്യൂട്ടേറ്റീവ് ലോ അനുസരിച്ച് എ പ്ലസ് ബി നമുക്ക് തിരിച്ചിട്ടെന്നോർത്ത് ഒരു പ്രശ്നമില്ല. ബി പ്ലസ് എ ഈക്വൽ ടു 2 ലാംഡ എന്ന് തന്നെ കിട്ടി. കാരണം എന്താണ്? 1 പ്ലസ് 2 എന്ന് പറഞ്ഞാലും ഈക്വൽ ടു 2 പ്ലസ് 1ഉം സെയിം ആണ് അല്ലേ? അപ്പൊ നമ്മൾ എ പ്ലസ് ബി എങ്ങനെ എഴുതി? തിരിച്ച് ബി പ്ലസ് എ എന്ന് എഴുതി. അപ്പൊ ഇവിടെ നോക്കിയാൽ ദാറ്റ് ഈസ് ഇംപ്ലൈസ് നമുക്ക് എന്നാ കിട്ടി? ബി എ ബിലോങ്സ് ടു ആർ ആണ്. കാരണം എന്നാ? എ പ്ലസ് ബി 2 ലാംഡ ആണെങ്കിൽ എ ബി ബിലോങ്സ് ടു ആർ നമുക്ക് വന്നത്. അപ്പൊ ബി പ്ലസ് എ 2 ലാംഡ ആണെങ്കിൽ എന്തെഴുതാം? ബി എ ബിലോങ്സ് ടു എന്തെഴുതാം? ആർ എന്ന് എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? therefore എ ബി ബിലോങ്സ് ടു ആർ ആണ്. അതുപോലെ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ ആണ്. therefore എന്ത് പറയാം? ആർ ഈസ് എ സിമെട്രിക്. ആർ എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ആർ ഈസ് എ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ഇൻറ്റിജർ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഇൻറ്റിജർ എടുത്തു. ഇപ്പൊ 1 2 ബിലോങ്സ് ടു ആർ ആണ്. 1 3 ബിലോങ്സ് ടു ആർ ആണ്. 1 3 എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് 3 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 4 എന്ന് എഴുതാം. ഈ 4ന് നമുക്ക് എഴുതാം 2 × 2 എന്ന് എഴുതാം. അപ്പൊ ദേ 2വിന്റെ മൾട്ടിപ്പിൾ ആണല്ലേ? അപ്പൊ നമുക്ക് 1 3 ബിലോങ്സ് ടു ആർ ആണ്. ഇനി ഈ 1 3 നമ്മൾ 3 പ്ലസ് 1 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ് കിട്ടണേ? 4 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 3 1 ബിലോങ്സ് ടു ആർ ആന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്ന് നോക്കിയേ? 1 3 ബിലോങ്സ് ടു ആർ ആണ്. therefore 3 1ഉം ബിലോങ്സ് ടു ആർ ആണ്. ദാറ്റ് ഈസ് 1 3 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് 3 1 ബിലോങ്സ് ടു ആർ. therefore ആർ ഈസ് സിമെട്രിക്. ആർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സിമെട്രിക് ആണ്.